നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ദൈവാനുഭവം ലഭിച്ചിട്ടുള്ളവരാണ് നമ്മൾ. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കോ? ഇല്ല. നമുക്ക് ദൈവാനുഭവം ലഭിച്ചിട്ടുണ്ട്, തമ്പുരാൻ നമ്മെ വിളിച്ചിട്ടുണ്ട്, അനുഗ്രഹം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ചിലപ്പോഴെങ്കിലും നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാകാം. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച്, നമ്മളെടുത്ത തീരുമാനങ്ങളെ കുറിച്ച്, നമ്മൾ ഉപേക്ഷിച്ചതിനെ കുറിച്ച് നമ്മൾ വീണ്ടും ചിന്തിച്ചേക്കാം. എന്തിനാണ് ഞാൻ ഇത്രയും ത്യാഗം ചെയ്യുന്നത്? എന്തിനാണ് ഞാൻ ഇത്രയും വലിയ തീരുമാനങ്ങൾ എടുത്തത്? ഞാൻ എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും മാറ്റങ്ങൾ വരുത്തുന്നത്? അതിന് എന്താണ് മെച്ചം? ഞാൻ പള്ളിയിൽ പോയിട്ട് എന്താണ് ലഭിക്കുക? ഞാൻ വചനം വായിച്ചിട്ട് എന്താണ് ലഭിക്കുക? ചിലപ്പോഴൊക്കെ ചെറിയ ലാഭത്തിന് വേണ്ടി, ചെറിയ സൗകര്യത്തിന് വേണ്ടി, ചെറിയ നേട്ടത്തിന് വേണ്ടി നമ്മൾ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടാകാം. ചെറിയ സൗകര്യത്തിന് വേണ്ടി നമ്മൾ വിശ്വാസം മാറ്റിവെച്ചിട്ടുണ്ടാകാം. നമ്മുടെ ബോധ്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാതെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടാകാം. പക്ഷെ കർത്താവ് നമ്മെ വീണ്ടും തന്നിലേക്ക് വിളിക്കുന്നു. നിങ്ങളുടെ പഴയകാല പാപങ്ങൾ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. എത്ര പ്രാവശ്യം തള്ളിപ്പറഞ്ഞുവോ അത്ര പ്രാവശ്യം ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. എത്ര പ്രാവശ്യം നിങ്ങൾക്ക് വീഴ്ച പറ്റിയോ അത്രയും പ്രാവശ്യം ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. എത്ര പ്രാവശ്യം നിങ്ങൾ എന്നിൽ നിന്ന് അകന്നുപോയോ അത്രയും പ്രാവശ്യം നിങ്ങളോട് പറക്കാനും പൊറുക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ എന്നെ സ്നേഹിക്കണം. നമ്മൾ മരിച്ചതിന് ശേഷം നമ്മളെ സ്വർഗത്തിലേക്ക് കയറ്റിവിടുന്നത് നമ്മുടെ ഷുഗറും ബിപിയും കൊളസ്ട്രോളും ഒക്കെ അളന്നിട്ടാണ്. നമ്മുടെ ബി.പി അളന്ന് നോക്കി, നിന്റെ ബി.പി ഒക്കെ ശരിയായിട്ടുണ്ട്, നീ നല്ല രീതിയിൽ വ്യായാമം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോകും. നിന്റെ കൊളസ്ട്രോൾ ഒന്നും ശരിയല്ല, നീ ഭക്ഷണക്രമം ഒട്ടും പാലിച്ചിട്ടില്ല, അതുകൊണ്ട് നീ നരകത്തിലേക്ക് പോകും. ഇങ്ങനെയാണോ തമ്പുരാൻ നമ്മെ വിധിക്കാൻ പോകുന്നത്? പുതിയ വർഷം പുതിയ ആരംഭത്തിൻ്റെ സന്ദർഭമാണ്. നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പുതിയ ഒരു തുടക്കം സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ അവസരത്തിൽ ആധ്യാത്മിക വളർച്ചയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ആധ്യാത്മിക വളർച്ചയെക്കുറിച്ചാണ്. ആദ്യമായിട്ട് ആധ്യാത്മിക വളർച്ചയെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ട സത്യം, ആധ്യാത്മിക വളർച്ച സംഭവിക്കുന്നത് ഒരു സംഭവത്തിൻ്റെ ഭാഗമായിട്ടല്ല, മറിച്ച് ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. സംഭവവും പ്രക്രിയയും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. സംഭവം ഒരിക്കൽ നടക്കുന്നു, അതോടെ പൂർത്തിയാകുന്നു. പ്രക്രിയ ദീർഘനാൾ നീണ്ടു നിൽക്കുന്നു, അല്ലെങ്കിൽ അനേകം സംഭവങ്ങളുടെ പരമ്പരയാണ് ഒരു പ്രക്രിയ. ആധ്യാത്മിക വളർച്ച ഒരു സംഭവമല്ല, മറിച്ച് ഒരു പ്രക്രിയയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ധ്യാനം കൊണ്ടോ, ഒരു പ്രാവശ്യം ബൈബിൾ വായിച്ചത് കൊണ്ടോ, ഒരു വർഷം കൊണ്ടോ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കണമെന്നില്ല. പക്ഷെ ചെറിയ മാറ്റം സംഭവിക്കും. നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. നിരന്തരം പരിശ്രമിച്ച് നമ്മൾ ആധ്യാത്മിക വളർച്ചയുടെ പൂർണ്ണതയിലേക്ക് എത്തണം. എപ്പോഴെങ്കിലും വീണുപോയാൽ നിരാശപ്പെടാതെ എഴുന്നേൽക്കണം. എപ്പോഴെങ്കിലും വഴിമാറിപ്പോയാൽ നിരാശപ്പെടാതെ തിരിച്ചു വരണം. ശക്തി ചോർന്നു പോയാൽ വീണ്ടും ശക്തി സംഭരിക്കണം. ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യത്തെ ദിവസം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ നിരന്തരമായ പ്രക്രിയയിൽ നിലനിൽക്കാനായി നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യമായിട്ട് പത്രോസിന്റെ ജീവിതം നമുക്കൊന്ന് പരിശോധിക്കാം. പത്രോസ് എങ്ങനെയാണ് പൂർണ്ണ ശിഷ്യനായി മാറിയത്? അതൊരു സംഭവത്തിൻ്റെ ഫലമായിരുന്നോ അതോ ഒരു പ്രക്രിയയുടെ ഫലമായിരുന്നോ? വചനം ശ്രവിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പത്രോസ് ഒരു നിമിഷം കൊണ്ട് ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയില്ല. പല പ്രാവശ്യവും പരിശ്രമിച്ചു, പല പ്രാവശ്യവും വീണുപോയി, വീണ്ടും പരിശ്രമിച്ചു, വീണ്ടും ശക്തിയോടെ പരിശ്രമിച്ചു, വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് പത്രോസ് ലീഹ ശിഷ്യത്വത്തിൽ വളർന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 14-ാമത്തെ വചനം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 14-ാമത്തെ വചനം. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ഇങ്ങനെ എന്നെ അനുഗമിക്കുക എന്ന് ഈശോ പറഞ്ഞപ്പോൾ പത്രോസും കൂട്ടരും എന്താണ് ചെയ്തത്? 20-ാമത്തെ വചനം പറയുന്നു, തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. ആദ്യമായിട്ട് സുവിശേഷം വായിക്കുന്ന ഒരു വ്യക്തിയേക്ക് തോന്നിയേക്കാം, ഈ നിമിഷത്തിൽ പത്രോസ്
പരിപൂർണനായ ഒരു ശിഷ്യനായി മാറി. കാരണം എന്താണ്? ഒരൊറ്റ വിളി വിളിച്ചപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് യേശുവിന്റെ പിന്നാലെ പോയി. അപ്പോൾ തീർച്ചയായും പത്രോസ് യേശുവിനെ മനസ്സിലാക്കിയിരിക്കണം, യേശുവിനെ സ്നേഹിച്ചിരിക്കണം, അല്ലെങ്കിൽ എല്ലാം വലിച്ചെറിഞ്ഞ് യേശുവിന്റെ കൂടെ പോകാൻ തോന്നില്ലല്ലോ. അപ്പോൾ പത്രോസ് ഈ അവസ്ഥയിൽ ഒരു യഥാർത്ഥ ശിഷ്യനായി മാറിയെന്ന് ആദ്യമായി സുവിശേഷം വായിക്കുന്ന ഒരാൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ നമുക്കറിയാം വാസ്തവം അങ്ങനെയല്ല എന്ന്. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 19 വചനത്തിലേക്ക് നമുക്ക് പോകാം. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 19 വചനം. ഈ വചനം വായിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ മനസ്സിൽ ഓർക്കണം. മത്തായിയുടെ സുവിശേഷം 4 അധ്യായം 19 വചനം എന്ന് പറയുന്നത് ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ ആദ്യത്തെ നിമിഷങ്ങളാണ്. ഈശോ പരസ്യ ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ ആരംഭ നിമിഷങ്ങളിലാണ് ഈശോ പത്രോസിനെ വിളിക്കുന്നത്. ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന സംഭവം നടക്കുന്നത് എപ്പോഴാണ്? ഈശോയുടെ പരസ്യ ജീവിതം മുഴുവൻ കഴിഞ്ഞ്, മരണവും ഉത്ഥാനവും കഴിഞ്ഞ് സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പായിട്ടാണ് സംഭവിക്കുന്നത്. അതാണ് ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 19 വചനം. ഇത് അവൻ പറഞ്ഞത് ഏത് വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം യേശു അവനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 4 അധ്യായം 19 വചനത്തിൽ പരസ്യ ജീവിതത്തിന്റെ ആദ്യത്തെ നാളുകളിൽ എന്നെ അനുഗമിക്കുക എന്ന് പത്രോസിനോട് പറഞ്ഞതാണ്. പത്രോസ് യേശുവിന്റെ കൂടെ പോയതാണ്. ഈശോയുടെ ജീവിതം കഴിഞ്ഞു, മരണം കഴിഞ്ഞു, പുനരുത്ഥാനം കഴിഞ്ഞു, സ്വർഗാരോഹണത്തിന് മുമ്പ് വീണ്ടും പത്രോസിനെ വിളിച്ചിട്ട് ഈശോ പറയുകയാണ്, നീ എന്നെ അനുഗമിക്കുക. ഇതിൽ നിന്ന് നാം എന്ത് മനസ്സിലാക്കണം? ആദ്യം അനുഗമിച്ചത് പരിപൂർണമായിരുന്നില്ല. ഇനിയും പത്രോസ് വളരാനുണ്ട്. ഇനിയും പത്രോസ് യേശുവിലേക്ക് അടുക്കാനുണ്ട്. അതുകൊണ്ടാണ് സ്വർഗാരോഹണത്തിന് മുൻപായി അവസാനമായി പത്രോസിനോട് സംസാരിച്ചപ്പോഴും ഈശോ പറയുന്നത്, നീ എന്നെ അനുഗമിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ദൈവാനുഭവം ലഭിച്ചിട്ടുള്ളവരാണ് നമ്മൾ. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കോ? ഇല്ല. നമുക്ക് ദൈവാനുഭവം ലഭിച്ചിട്ടുണ്ട്. തമ്പുരാൻ നമ്മെ വിളിച്ചിട്ടുണ്ട്. അനുഗ്രഹം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ചിലപ്പോഴെങ്കിലും നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാകാം. ചിലപ്പോഴെങ്കിലും ശക്തി ചോർന്നു പോയിട്ടുണ്ടാകാം. കർത്താവ് ഇതാ പുതിയ വർഷത്തിന്റെ ആരംഭത്തിൽ മറ്റൊരു അവസരം കൂടി നമുക്ക് നൽകിയിരിക്കുന്നു. വീണ്ടും കർത്താവ് പറയുകയാണ്, എന്നെ അനുഗമിക്കുക, എന്നെ അനുഗമിക്കുക. അപ്പോൾ വർദ്ധിച്ച തീഷ്ണതയോടെ, കൂടുതൽ സ്നേഹത്തോടെ യേശുവിനെ അനുഗമിക്കാൻ യേശു വീണ്ടും നമ്മെ വിളിക്കുന്നു. അങ്ങനെയാണ് ഇന്ന് നമ്മൾ യേശുവിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നത്. ഇനി പത്രോസിന്റെ ജീവിതത്തിൽ ഈ മത്തായിയുടെ സുവിശേഷം 4 അധ്യായം 19 വചനത്തിനും യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 19 വചനത്തിനും ഇടയ്ക്ക് എന്തെല്ലാം സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു പ്രക്രിയയുടെ ഫലമായിട്ടാണ് ശിഷ്യത്വം വളരുന്നത് എന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആധ്യാത്മിക വളർച്ച എന്ന് പറയുന്നത് ഒരു പ്രക്രിയയുടെ ഭാഗമാണ് എന്ന്. എല്ലാ സംഭവങ്ങളും അല്ലെങ്കിലും പത്രോസിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമുക്കൊന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം 4 അധ്യായം 19 വചനത്തിൽ നിന്നാണ് നമ്മൾ ആരംഭിച്ചത്. ഇനി മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 16 വചനത്തിലേക്ക് നമുക്ക് പോകാം. മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 16 വചനം. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് മറ്റുള്ളവർ പറയുന്നത്? അതിന് അവർ ഉത്തരം കൊടുത്തു. അതിനുശേഷം യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, ഇനി അവര് പറയുന്നത് പോട്ടെ, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? അതിന് പത്രോസ് കൊടുത്ത മറുപടിയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 16 വചനം. ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ആദ്യമായി സുവിശേഷം വായിക്കുന്നവർക്ക് എന്ത് തോന്നാൻ സാധ്യതയുണ്ട്? പത്രോസ് യേശുവിനെ പൂർണ്ണമായും മനസ്സിലാക്കി. കാരണം ഞാൻ ആരാണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു പത്രോസിനെ അഭിനന്ദിക്കുന്നു. 17 വചനത്തിൽ ഈശോ അവനോട് പറയുന്നു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഈശോ പോലും പത്രോസിനെ അഭിനന്ദിക്കുന്ന രീതിയിൽ വളരെ വ്യക്തമായ ബോധ്യത്തോടു കൂടി ഒരു മറുപടിയാണ് പത്രോസ് നൽകിയത്. നമുക്കൊക്കെ തോന്നിയേക്കാം പത്രോസ് യേശുവിനെ
പൂർണ്ണമായും മനസ്സിലാക്കി. പത്രോസ് യേശുവിന് വേണ്ടി ജീവിക്കാൻ പൂർണ്ണമായും തയ്യാറായി. കാരണം ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ് യേശു എന്ന് പത്രോസ് ഏറ്റു പറഞ്ഞു. എന്നാൽ ആ മനസ്സിലാക്കിയത് അപൂർണമായിരുന്നു. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണെന്നൊക്കെ പറഞ്ഞു, പക്ഷെ സഹനമില്ലാത്ത, കുരിശില്ലാത്ത, പീഡനങ്ങളില്ലാത്ത ഒരു ക്രിസ്തു ആയിരിക്കുമെന്നാണ് പത്രോസ് കരുതിയത്. യേശുവിനെ പൂർണ്ണമായി മനസ്സിലാക്കിയില്ല. അതേ അധ്യായത്തിന്റെ 23-ാമത്തെ വചനം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 23-ാമത്തെ വചനം. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, എന്റെ മുമ്പിൽ നിന്ന് പോകൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്, നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ്. വെറും 6 വാക്യങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. 17-ാമത്തെ വാക്യത്തിലാണ് ഈശോ പത്രോസിനെ നീ ഭാഗ്യവാനാണെന്ന് പറഞ്ഞ് അഭിനന്ദിച്ചത്. 6 വാക്യങ്ങൾക്ക് ശേഷം 23-ാമത്തെ വാക്യത്തിൽ അതേ ഈശോ അതേ പത്രോസിനോട് പറയുകയാണ്, സാത്താനെ, നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ, കാരണം നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ്. അപ്പോൾ നാം എന്ത് മനസ്സിലാക്കണം? 16-ാമത്തെ വാക്യത്തിൽ നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞപ്പോഴും പത്രോസ് യേശുവിനെ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഈശോയെ കുറെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, ദൈവാനുഭവം കുറെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, വചനം നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇനിയും നമ്മൾ വളരാനുണ്ട്. ഇതൊരു പ്രക്രിയയാണ്. ഇനിയും നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ പത്രോസിനെ യേശു ആദ്യം ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നു, പിന്നെ സാത്താൻ എന്ന് വിളിക്കുന്നു. കാരണം പത്രോസ് ആദ്യം വളരെ ഉയർന്നു, പിന്നെ പത്രോസ് വീണുപോയി. പത്രോസ് അത്രയും ശക്തിയിൽ നിലനിന്നില്ല, അല്ലെങ്കിൽ പൂർണ്ണമായും യേശുവിനെ മനസ്സിലാക്കിയില്ല. ഇതിനുശേഷം വീണ്ടും പത്രോസ് യേശുവിൽ വിശ്വാസമർപ്പിച്ച് യേശുവിനോട് കൂടെ ആയിരിക്കുവാനുള്ള ആഗ്രഹം കാണിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. യേശു 6 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, അവന്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി, അവന്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു. നമ്മുടെ പത്രോസ് ഇതാ വീണ്ടും സംസാരിക്കുന്നു. പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ ഇവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. ഇവിടെ നമ്മൾ എന്താണ് കാണുന്നത്? കർത്താവിനോട് കൂടെ ആയിരിക്കുവാനുള്ള പത്രോസിന്റെ അധമ്യമായ ആഗ്രഹം. പത്രോസ് പറയുകയാണ്, നമുക്ക് ഇവിടെ തന്നെ ആയിരിക്കാം. എത്രയോ നല്ല അനുഭവമാണ്, എത്രയോ നല്ല കാര്യമാണ്. നിന്റെ സന്നിധിയിൽ എന്നുമായിരിക്കാം. ഇവിടെ തന്നെ നമുക്ക് കഴിച്ചുകൂടാം, ഞങ്ങൾ കൂടാരങ്ങൾ ഉണ്ടാക്കാം, നമുക്ക് ഇവിടെ പാർക്കാം. ഇതായിരുന്നു പത്രോസിന്റെ ചിന്ത. യേശുവിന്റെ കൂടെ ആയിരിക്കണമെന്ന് അത്രയും ആഗ്രഹിച്ച ഒരു മനുഷ്യൻ, യേശുവിന്റെ കൂടെ ജീവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്താൻ പരിശ്രമിച്ച ഒരു മനുഷ്യൻ വീണ്ടും യേശുവിനോട് അടുക്കുന്നു. യേശുവിനോട് കൂടെ ആയിരിക്കാൻ അദ്ദേഹം താല്പര്യം കാണിക്കുന്നു. ഈ പത്രോസ് വീണ്ടും മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 27-ാമത്തെ വചനത്തിലേക്ക് എത്തുമ്പോഴേക്കും താൻ ഉപേക്ഷിച്ചതിനെ കുറിച്ച് കണക്ക് പറയുന്നു. താൻ ഉപേക്ഷിച്ചതിന് പകരമായി എന്ത് നേട്ടമുണ്ടാകുമെന്ന് ഈശോയോട് ചോദിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ നാം എന്താണ് കണ്ടത്? അവർ എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു. അപ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? അവര് പരിപൂർണമായിട്ട് ഉപേക്ഷിച്ചു. എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഉപേക്ഷിച്ചത്? എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാണോ ഉപേക്ഷിച്ചത്? അല്ല, ഉപേക്ഷിച്ചു യേശുവിന് കൂടെ പോകാൻ വേണ്ടിയിട്ട്. കുറെ കഴിഞ്ഞപ്പോൾ പത്രോസ് ചോദിക്കുകയാണ്, ഞങ്ങൾ ഇതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടും? മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 27-ാമത്തെ വചനം. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച് ചോദിക്കുന്നു, നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച് കണക്ക് ചോദിക്കുന്നു, തങ്ങൾക്ക് എന്ത് ലാഭമാണ് ഉണ്ടാവുക എന്ന് ചോദിക്കുന്നു, തങ്ങൾക്ക് എന്ത് നേട്ടമാണ് കിട്ടുക എന്ന് ചോദിക്കുന്നു. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച്, നമ്മൾ എടുത്ത തീരുമാനങ്ങളെ കുറിച്ച്, നമ്മൾ ഉപേക്ഷിച്ചതിനെ കുറിച്ച് നമ്മൾ വീണ്ടും ചിന്തിച്ചേക്കാം. എന്തിനാണ് ഞാൻ ഇത്രയും ത്യാഗം ചെയ്യുന്നത്?
എന്തിനാണ് ഞാൻ ഇത്രയും വലിയ തീരുമാനങ്ങൾ എടുത്തത്? ഞാൻ എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും മാറ്റങ്ങൾ വരുത്തുന്നത്? അതിന് എന്താണ് മെച്ചം? ഞാൻ പള്ളിയിൽ പോയിട്ട് എന്താണ് ലഭിക്കുക? ഞാൻ വചനം വായിച്ചിട്ട് എന്താണ് ലഭിക്കുക? മാനുഷികമാണ്. ഒരൊറ്റ വിളി കേട്ട് എല്ലാം ഉപേക്ഷിച്ചു പോയ പത്രോസിന് പോലും കുറെ കഴിഞ്ഞപ്പോൾ ഈ ചിന്ത ഉണ്ടായെങ്കിൽ നമുക്കും ഉണ്ടായേക്കാം. എന്തിന് ഞാൻ ഈ തീരുമാനമെടുത്തു? എന്തിന് ഞാൻ എൻ്റെ ശീലങ്ങൾ ഉപേക്ഷിച്ചു? എന്തിന് ഞാൻ എൻ്റെ സമ്പത്ത് ക്രിസ്തുവിന് വേണ്ടി ഉപേക്ഷിച്ചു? എന്തിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ടു എന്ന് ഒരു പക്ഷേ നമ്മൾ ചോദിച്ചേക്കാം, ചിന്തിച്ചേക്കാം. എന്താണ് എനിക്ക് ലാഭം? പത്രോസും ചിന്തിച്ചു. വീണ്ടും ഈ പത്രോസിനെ നമ്മൾ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 33-ാമത്തെ വചനത്തിൽ കാണുന്നു. ഈശോ ശിഷ്യന്മാരോട് എല്ലാവരോടുമായി പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നിൽ ഇടറും, നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ച് പോകും. ആ സമയത്ത് പത്രോസ് എന്താണ് പറഞ്ഞത്? ഞാൻ പത്രോസ്, ഈ നിൽക്കുന്ന ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും, ഈ നിൽക്കുന്ന ആരൊക്കെ നിന്നിൽ ഇടറിയാലും ഞാൻ മാത്രം നിന്നിൽ ഇടറുകയില്ല. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 33-ാമത്തെ വചനം. അപ്പോൾ പത്രോസ് അവനോട് പറഞ്ഞു, എല്ലാവരും നിന്നിൽ ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ ഒരിക്കലും നിന്നിൽ നിന്ന് അകന്നു മാറില്ല. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? പത്രോസ് കാപട്യം കാണിച്ചതാണോ? തള്ളിപ്പറയാൻ ഉള്ളിൽ വിചാരിച്ചിട്ട് ഞാൻ ഒരിക്കലും തള്ളിപ്പറയില്ല, ഞാൻ ഒരിക്കലും നിന്നിൽ നിന്ന് അകന്നു പോകില്ല എന്ന് പത്രോസ് നുണ പറഞ്ഞതാണോ? അല്ല, ആ പാവം മനുഷ്യൻ ആത്മാർത്ഥമായി പറഞ്ഞതാണ്. യേശുവിനെ ഉപേക്ഷിക്കാനോ യേശുവിനെ തള്ളിപ്പറയാനോ ആ മനുഷ്യന് യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. യേശു എന്ന് പറഞ്ഞാൽ പത്രോസിന്റെ ജീവനാണ്, ജീവൻ കൊടുക്കാൻ പോലും തയ്യാറാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ആരൊക്കെ നിന്നിൽ ഇടറിയാലും, ഈ എല്ലാ ശിഷ്യന്മാരും നിന്നെ ഉപേക്ഷിച്ചു പോയാലും ഞാൻ മാത്രം നിന്നെ ഉപേക്ഷിക്കുകയില്ല. അപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? 34-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഈ രാത്രി കോഴി കൂകുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം നിഷേധിച്ച് പറയും. പത്രോസ് എന്ത് പറഞ്ഞു? നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാൽ പോലും ഞാനത് ചെയ്യില്ല. 35-ാമത്തെ വചനം പത്രോസ് പറഞ്ഞു, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല. ഇങ്ങനെ തന്നെ മറ്റെല്ലാ ശിഷ്യന്മാരും പറഞ്ഞു. പത്രോസ് പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി ജീവൻ തരാൻ തയ്യാറാണ്, എന്നാൽ പോലും നിന്നെ ഞാൻ തള്ളിപ്പറയുകയില്ല. അപ്പോൾ തള്ളിപ്പറയാൻ ഉദ്ദേശിച്ചിട്ട് കാപട്യം കാണിച്ച് യേശുവിനെ പറ്റിക്കാൻ വേണ്ടി പത്രോസ് ഇങ്ങനെ പറഞ്ഞതാണോ? ആണോ? അല്ല, വളരെ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത്. തള്ളിപ്പറയാൻ യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. യേശുവിന്റെ കൂടെ നിൽക്കാനാണ് ആഗ്രഹിച്ചത്. പിന്നെ എന്ത് പറ്റി? മാനുഷികമായി വീണുപോയി. മാനുഷികമായ മനുഷ്യൻ വീണുപോയി. പലപ്പോഴും നമ്മൾ യേശുവിലേക്ക് അടുത്തതിന് ശേഷം നമുക്ക് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടായിരിക്കും, നമുക്ക് ആത്മാർത്ഥമായ താല്പര്യമുണ്ടായിരിക്കും. യേശുവിനെ ഉപേക്ഷിക്കണമെന്ന് യാതൊരു പദ്ധതിയും നമുക്ക് ഉണ്ടായിരിക്കണമെന്നില്ല. പക്ഷെ ചിലപ്പോൾ നമ്മൾ വീണുപോയേക്കാം, മാനുഷികമായി നമ്മൾ പരാജയപ്പെട്ടേക്കാം. അപ്പോൾ നമ്മൾ വിഷമിക്കണമോ? വിഷമിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും എഴുന്നേൽക്കണം, നമ്മൾ വീണ്ടും പരിശ്രമിക്കണം. കാരണം ഇതൊരു പ്രക്രിയയാണ്, ഇതൊരു സംഭവമല്ല, ഇതൊരു പ്രക്രിയയാണ്. അങ്ങനെ പത്രോസ് പറഞ്ഞു, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഈ പത്രോസിനെ പിന്നീട് നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 70, 72, 74 വചനങ്ങളിലാണ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 70, 72, 74 വചനങ്ങൾ നമുക്ക് ഓരോന്നായി വായിക്കാം. നീ പറയുന്നത് എന്താണെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവരുടെ എല്ലാം മുൻപാകെ അവൻ നിഷേധിച്ചു പറഞ്ഞു. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ പത്രോസ് പേടിച്ചപ്പോൾ, ഭയപ്പെട്ടപ്പോൾ മനസ്സ് മാറി, വീണുപോയി, തെറ്റുപറ്റി, പതറിപ്പോയി. 72-ാമത്തെ വചനത്തിൽ പത്രോസ് ശ്ലീഹ വീണ്ടും പറയുന്നു, ഞാൻ അവനെ അറിയുകയില്ല എന്ന് അവൻ വീണ്ടും ആണയിട്ട് നിഷേധിച്ചു. 74-ാമത്തെ വചനം പത്രോസ് ആകട്ടെ, ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല എന്ന് പറഞ്ഞ് ശപിക്കാനും ആണയിടാനും തുടങ്ങി. ആദ്യം നിഷേധിച്ചു, 2-ാമത്തെ പ്രാവശ്യം ആണയിട്ട് നിഷേധിച്ചു, 3-ാമത്തെ പ്രാവശ്യം ശപിച്ചുകൊണ്ടും ആണയിട്ടും നിഷേധിച്ചു. ഓരോ പ്രാവശ്യം ചോദിക്കും തോറും കൂടുതൽ തീവ്രതയോടെയാണ് പത്രോസ് നിഷേധിച്ചത്. കാരണം എന്താണ്?
തന്നെ അവർ പിടിച്ചു കൊണ്ടുപോകുമെന്ന് ആ പാവം മനുഷ്യൻ ഭയപ്പെട്ടു. ഭയം കാരണം യേശുവിനെ പിന്തുടരുന്നതിൽ നിന്ന് അവൻ അല്പം പതറിപ്പോയി. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിലെ ചില സാഹചര്യങ്ങൾ കൊണ്ട്, ഈ ലോകത്തിലെ ചില അവസ്ഥകൾ കൊണ്ട്, നമ്മുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ കൊണ്ട് ഭയപ്പെട്ടും പേടിച്ചും അസ്വസ്ഥരായും നാം പതറിപ്പോകാൻ സാധ്യതയുണ്ട്, നാം ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്. ആധ്യാത്മിക ജീവിതം ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും യേശുവിലേക്ക് അടുക്കണം. അങ്ങനെ പത്രോസ് 3 പ്രാവശ്യം ഈശോ പറഞ്ഞതുപോലെ തള്ളി പറഞ്ഞു. പക്ഷേ യേശു പത്രോസിനെ നോക്കിയപ്പോൾ പത്രോസ് എല്ലാം ഓർത്ത് വീണ്ടും വേദനിച്ച് മാനസാന്തരപ്പെട്ട് കരഞ്ഞു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 75-ാമത്തെ വചനം. കോഴി കൂകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്കുകൾ അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തു പോയി ഹൃദയം നൊന്ത് കരഞ്ഞു. അവൻ പശ്ചാത്തപിച്ചു, അവൻ വേദനിച്ചു. യേശുവിനെ തള്ളിപ്പറഞ്ഞതിൽ അവൻ ആത്മാർത്ഥമായ ദുഃഖമുണ്ടായി. ചിലപ്പോഴൊക്കെ ചെറിയ ലാഭത്തിന് വേണ്ടി, ചെറിയ സൗകര്യത്തിന് വേണ്ടി, ചെറിയ നേട്ടത്തിന് വേണ്ടി നമ്മൾ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടാകാം. ചെറിയ സൗകര്യത്തിന് വേണ്ടി നമ്മൾ വിശ്വാസം മാറ്റിവെച്ചിട്ടുണ്ടാകാം. നമ്മുടെ ബോധ്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാതെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടാകാം. പക്ഷെ കർത്താവ് നമ്മെ വീണ്ടും തന്നിലേക്ക് വിളിക്കുന്നു, വീണ്ടും തന്നോടുകൂടി ആയിരിക്കാൻ വിളിക്കുന്നു. കാരണം ഇതൊരു പ്രക്രിയയാണ്, ജീവിതാവസാനത്തോളം നീണ്ടു നിൽക്കുന്ന ആധ്യാത്മിക വളർച്ചയുടെ ഒരു പ്രക്രിയ. ഇനി നമ്മൾ പ്രധാനമായും പത്രോസ്ലീഹായെ കാണുന്നത് പുനരുത്ഥാനത്തിന് ശേഷമാണ്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വചനങ്ങളിൽ, അവിടെ നിന്നാണ് 19-ാമത്തെ വചനം നമ്മൾ എടുത്തത്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വചനങ്ങൾ. പുനരുത്ഥാനത്തിന് ശേഷം സ്വർഗാരോഹണത്തിന് മുമ്പ് ഈശോ പത്രോസിനും കൂട്ടർക്കും പ്രത്യക്ഷപ്പെടുന്നു. അവിടെ യേശുവും പത്രോസും തമ്മിൽ നടന്ന സംഭാഷണമാണ് ഈ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. നമുക്കൊരിക്കൽ വായിക്കാം. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയിക്കുക. 2-ാം പ്രാവശ്യവും അവൻ ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അവൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അവൻ 3-ാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് 3-ാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് അവൻ പറഞ്ഞത് ഏത് വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം യേശു അവനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. പുനരുത്ഥാനത്തിന് ശേഷം സ്വർഗാരോഹണത്തിന് മുമ്പ് യേശുവും പത്രോസും തമ്മിൽ നടന്ന ഹൃദയസ്പർശിയായ ഒരു സംഭാഷണം. ഇവിടെ എന്താണ് നടക്കുന്നത്? ഈശോ പത്രോസിനോട് ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈ വചനഭാഗവും ഈശോയെ പത്രോസ് തള്ളിപ്പറഞ്ഞ ആ സംഭവവും തമ്മിൽ വലിയ സാമ്യമുണ്ട്. വാസ്തവത്തിൽ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞ ആ സംഭവങ്ങൾ മുഴുവൻ പത്രോസിന്റെ മനസ്സിലേക്ക് കൊണ്ടുവരത്തക്ക രീതിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ 2 സംഭവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 3 ഘടകങ്ങളുണ്ട്. ഈ 3 ഘടകങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, യേശുവിനെ പത്രോസ് തള്ളിപ്പറഞ്ഞ ആ സംഭവത്തിന്റെ അതേ രീതിയിൽ, അതിന്റെ മുറിവുണക്കുന്ന രീതിയിലാണ് പത്രോസിനോട് യേശു ഇവിടെ സംസാരിക്കുന്നത്. എന്തൊക്കെയാണ് 3 ഘടകങ്ങൾ? ഒന്നാമതായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്ന പരസ്പര ബന്ധം. പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നത് എവിടെ ഇരുന്നിട്ടാണ്? തീക്കനലിന് അടുത്തിരുന്നിട്ടാണ്
പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 18-ാമത്തെ വചനം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 18-ാമത്തെ വചനം. തണുപ്പായിരുന്നതിനാൽ ഭൃത്യരും സേവകരും തീ കായുകയായിരുന്നു. പത്രോസും അവരോടൊപ്പം തീ കാഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ തീക്കനൽ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നത്. തിരിച്ചു യേശു പത്രോസിനോട് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്നത് എവിടെ ഇരുന്നിട്ടാണ്? തീക്കനലിന് അടുത്തിരുന്നിട്ട് തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 9-ാമത്തെ വചനം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 9-ാമത്തെ വചനം. കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. ആ തീ കൂട്ടിയിരിക്കുന്നിടത്ത് ആരാണ് ഇരിക്കുന്നത്? ഈശോ. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തീക്കനൽ കൂട്ടിയിരുന്നിടത്ത് പത്രോസ് ഇരിക്കുകയായിരുന്നു. പത്രോസ് യേശുവിനെ അറിയില്ല എന്ന് പറഞ്ഞു. അതേ വിധത്തിൽ തീക്കനൽ കൂട്ടിയിരിക്കുന്നിടത്ത് ഈശോ ഇരിക്കുന്നു. അപ്പോൾ പത്രോസിന് എന്ത് ഓർമ്മ വരാൻ സാധ്യതയുണ്ട്? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതുപോലെ തീക്കനൽ കൂട്ടിയിരുന്നിടത്ത് ഇരുന്നവനാണ്, അവിടെ ഇരുന്നാണ് ഞാൻ യേശുവിനെ തള്ളി പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്ന സമയത്ത് ഉണ്ടായിരുന്ന പശ്ചാത്തലം വീണ്ടും നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ നമ്മൾ പഴയ കാര്യം ഓർക്കില്ലേ? ഓർക്കും. ഇത് സംഭവിച്ചിട്ട് അധികം ദിവസമായിട്ടില്ല, കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും തീക്കനലിനടുത്തിരുന്ന് ഈശോ ചോദിക്കുന്നത് ഒരു സൂചനയാണ്. എന്തിന്റെ സൂചനയാണ്? ഈ രണ്ട് ഭാഗങ്ങളും തമ്മിൽ ബന്ധമുണ്ട്. രണ്ടാമതായിട്ട് ഈശോ പത്രോസിനോട് ചോദിക്കുന്നത് നീ എന്നെ സ്നേഹിക്കുന്നോ എന്നല്ല. എന്താണ് ഈശോ ചോദിക്കുന്നത്? നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്നാണ്. നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്നു. കാരണം എന്താണ്? മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 33-ാമത്തെ വചനത്തിൽ പത്രോസ്ലേഹ് എന്താണ് പറഞ്ഞത്? ഇവരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും, ഇവരൊക്കെ നിന്നിൽ ഇടറിയാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിന്നിൽ ഇടറുകയില്ല. അപ്പോൾ മറ്റുള്ളവരോട് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് പത്രോസ് തന്റെ വിശ്വാസവും സ്നേഹവും പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈശോ മറ്റുള്ളവരോട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുന്നു, നീ ഇവരെക്കാൾ കൂടുതലായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതുപോലെ ഈശോ 3 പ്രാവശ്യമാണ് ചോദിക്കുന്നത്. കാര്യം മനസ്സിലാക്കാനാണെങ്കിൽ ഒരു പ്രാവശ്യം ചോദിച്ചാൽ പോരെ. നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ ഇവരെക്കാൾ കൂടുതലായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസിനോട് ഈശോ 3 പ്രാവശ്യമാണ് ചോദിക്കുന്നത്. കാരണം എന്താണ്? പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. അപ്പോൾ ഓരോ പ്രാവശ്യം തള്ളിപ്പറഞ്ഞതിന്റെ വേദന അവന്റെ മനസ്സിൽ നിന്നും അകറ്റിക്കളയാൻ വേണ്ടി, ഓരോ പ്രാവശ്യവും തള്ളിപ്പറഞ്ഞ അനുഭവത്തിൽ നിന്ന് പത്രോസിന് മോചനം നൽകാൻ വേണ്ടി, പുതിയൊരു ഉൾക്കാഴ്ച നൽകാൻ വേണ്ടിയാണ് ഈശോ 3 പ്രാവശ്യം ചോദിച്ചത്. അപ്പോൾ നമുക്ക് 3 ഘടകങ്ങളുണ്ട്. ഒന്നാമതായി തീക്കനലിന്റെ സാന്നിധ്യം, രണ്ടാമതായി മറ്റു ശിഷ്യന്മാരോട് താരതമ്യപ്പെടുത്തിയുള്ള ചോദ്യം, മൂന്നാമതായി 3 പ്രാവശ്യം ചോദിക്കുന്നു. ഈ 3 ഘടകങ്ങളും വഴി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഈ സംഭാഷണം യേശുവിനെ പത്രോസ് തള്ളിപ്പറഞ്ഞ ആ സംഭവത്തോട് ബന്ധപ്പെടുത്തിയാണ് യോഹന്നാൻ ശ്ലീഹ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട പാഠം എന്താണ്? പത്രോസ് ശ്ലീഹായോട് ഈശോ പറയാൻ ആഗ്രഹിച്ച കാര്യം ഇതാണ്: നീ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്, നിന്റെ വേദനകൾ ഞാൻ തുടച്ചു മാറ്റും, നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിക്കും, എന്നാൽ നീ എന്നെ സ്നേഹിക്കണം. നിന്റെ പാപങ്ങൾ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും, എന്നാൽ നീ എന്നെ സ്നേഹിക്കണം. നീ മുൻപ് സ്നേഹിച്ചതുപോലെയല്ല, കൂടുതലായി സ്നേഹിക്കണം, നീ എന്നിലേക്ക് കൂടുതൽ അടുക്കണം. എന്നിട്ട് പത്രോസിനെ നോക്കി ഈശോ പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക. ഇന്ന് പുതിയ വർഷത്തിന്റെ ആദ്യ ദിവസം നമ്മെ ഓരോരുത്തരെയും നോക്കി ഈശോ പറയുന്നത് ഇതാണ്: നിങ്ങളുടെ പഴയകാല പാപങ്ങൾ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. എത്ര പ്രാവശ്യം തള്ളിപ്പറഞ്ഞുവോ അത്ര പ്രാവശ്യം ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. എത്ര പ്രാവശ്യം നിങ്ങൾക്ക് വീഴ്ച പറ്റിയോ അത്രയും പ്രാവശ്യം ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. എത്ര പ്രാവശ്യം നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോയോ അത്രയും പ്രാവശ്യം നിങ്ങളോട് പറക്കാനും പൊറുക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ എന്നെ സ്നേഹിക്കണം. നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ഈശോ ചോദിക്കുന്നു. എന്നിട്ട് ഈശോ പറയുന്നു, എന്നെ അനുഗമിക്കുക. ഇതിനു മുമ്പ് അനുഗമിച്ചവരാണ്, പക്ഷെ വീണുപോയിട്ടുണ്ടാകാം. ഇതിനു മുമ്പ് യേശുവിന്റെ കൂടെ പോയവരാണ് നമ്മൾ, ഒരു പക്ഷെ നമ്മൾ അകന്നു പോയിട്ടുണ്ടാകാം.
ഇതാ ഈശോ നമുക്ക് മറ്റൊരു അവസരം കൂടി നൽകിയിരിക്കുന്നു. അങ്ങനെ പത്രോസ് യേശുവിനെ അനുഗമിച്ചു, വീണ്ടും അനുഗമിച്ചു, കൂടുതൽ ശക്തനായി. പിന്നീട് ഒരിക്കലും പത്രോസ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവസാനം ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ കുരിശിൽ തലകീഴായി മരിച്ചുകൊണ്ട് ഈശോയുടെ പരിശുദ്ധ നാമത്തെ പത്രോസ് ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്തി. ഈശോയെ പോലെ കുരിശിൽ തറച്ചു കൊല്ലാനായി കൊണ്ടുപോയപ്പോൾ പാരമ്പര്യം അനുസരിച്ച് പത്രോസ് സന്തോഷിച്ചു. പത്രോസ് പറഞ്ഞു, എൻ്റെ കർത്താവ് മരിച്ച പോലെ കുരിശിൽ മരിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാൽ എൻ്റെ കർത്താവ് മരിച്ചതുപോലെ തലമുകളിലായും മരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ തല കീഴായി കുരിശിൽ തറയ്ക്കണം. പാരമ്പര്യം പറയുന്നതനുസരിച്ച് പത്രോസ്ലീഹ കുരിശിൽ തല കീഴായി കിടന്നുകൊണ്ടാണ് മരിച്ചത്. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ ശരീരം 3 ആണികളിൽ കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ അനുഭവിക്കുന്ന വേദന വർണ്ണനാതീതമാണ്, അസഹനീയമായ വേദന. എന്നാൽ പത്രോസ് തല കീഴായാണ് ഈ കുരിശിൽ കിടക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി സ്വന്തം ശരീരത്തിൽ മുറിവേറ്റ്, സ്വന്തം ശരീരത്തിൽ സഹനം സഹിച്ച് കുരിശിൽ പത്രോസ് മരിച്ച് യേശുവിന്റെ പരിശുദ്ധ നാമത്തെ ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്തി. അപ്പോഴാണ് പത്രോസ് പരിപൂർണ ശിഷ്യനായി മാറിയത്. ഗലീലി കടൽ തീരത്ത് വെച്ച് എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചപ്പോൾ പത്രോസ് ആരംഭിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. പത്രോസ് ശിഷ്യത്വത്തിൽ വളർന്നത് എപ്പോഴാണ്? യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ കുരിശിൽ തലക്കീഴായി മരിച്ചുകൊണ്ട് അവന് സാക്ഷ്യം കൊടുത്തപ്പോൾ, രക്തസാക്ഷിയായി മരിച്ച് അവന്റെ പരിശുദ്ധ നാമത്തെ ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്തിയപ്പോഴാണ് പത്രോസ് ശിഷ്യനായി മാറിയത്. ഗലീലി കടൽ തീരം മുതൽ കുരിശു വരെയായിരുന്നു അവന്റെ ജീവിതത്തിന്റെ വളർച്ച. അതായിരുന്നു അവന്റെ ജീവിതത്തിന്റെ പ്രക്രിയ. ചിലപ്പോൾ വീണുപോയി, വീണ്ടും എഴുന്നേറ്റു. ചിലപ്പോൾ തെറ്റിദ്ധരിച്ചു, വീണ്ടും മനസ്സിലാക്കി. ചിലപ്പോൾ അകന്നുപോയി, വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ ആ പ്രക്രിയയുടെ അവസാനം ഈശോയെ മഹത്വപ്പെടുത്താൻ പത്രോസിന് സാധിച്ചു. പ്രിയ സഹോദരി സഹോദരന്മാരെ, പത്രോസിന്റെ ജീവിതം നമുക്ക് വഴികാട്ടിയാണ്, നമുക്കൊരു മാതൃകയാണ്. ആ ജീവിതത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഒരു ദിവസം കൊണ്ടോ, ഒരു ധ്യാനം കൊണ്ടോ, ഒരു പ്രാർത്ഥന കൊണ്ടോ, ഒരു പ്രാവശ്യം ബൈബിൾ വായിച്ചത് കൊണ്ടോ നമ്മൾ പൂർണ്ണതയിലേക്ക് വളരണമെന്നില്ല. കർത്താവിന്റെ കൃപ കിട്ടിയാൽ വളരാം. പക്ഷെ സാധാരണ രീതിയിൽ നമുക്കെല്ലാവർക്കും വീണ്ടും തെറ്റുകളും കുറവുകളും സംഭവിച്ചേക്കാം. അപ്പോൾ നാം എന്തു ചെയ്യണം? വീണ്ടും വീണ്ടും പരിശ്രമിക്കണം. ഈ പ്രക്രിയയിൽ നമ്മൾ നിലനിൽക്കണം. കർത്താവ് നമുക്കൊരു പുതിയ അവസരം നൽകിയിരിക്കണം, പുതിയൊരു വർഷം നൽകിയിരിക്കണം. ഇനി ഈ പ്രക്രിയ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം പ്രായോഗികമായി നടപ്പിൽ വരുത്തേണ്ടത്? ഈ പ്രക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഒരു തരം ആധ്യാത്മിക വ്യായാമമാണ്. ആധ്യാത്മിക വ്യായാമം. നമ്മുടെ ശരീരം ആരോഗ്യപരമായി നല്ല രീതിയിൽ ഇരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കണം, സമയാസമയങ്ങളിൽ നമ്മൾ ഉറങ്ങണം, സമയാസമയങ്ങളിൽ നമ്മൾ അല്പമൊക്കെ വ്യായാമം ചെയ്യണം. ഇതൊന്നും ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ആരോഗ്യസ്ഥിതി ക്ഷീണിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെ തന്നെയാണ് ആധ്യാത്മിക ജീവിതവും. കൃത്യമായ ഒരു വ്യായാമം നമുക്കുണ്ടാകണം. കൃത്യമായ ഒരു ചിട്ടയോടുകൂടിയ ആധ്യാത്മിക ജീവിതം നമുക്കുണ്ടാകണം. ആധ്യാത്മിക വ്യായാമം ചെയ്യുന്നവരായിരിക്കണം നമ്മൾ. ഇതിനെക്കുറിച്ച് നമുക്ക് കാണാം. ഈ ആധ്യാത്മിക വ്യായാമമാണ് പ്രക്രിയയിൽ നിലനിൽക്കാൻ നമ്മെ സഹായിക്കുന്നത്. പ്രക്രിയയുടെ കാതൽ നിരന്തരമായ ആധ്യാത്മിക വ്യായാമമാണ്. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വചനം നമുക്ക് വായിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വചനം. പൗലോസ്ലീഹ തിമോത്തിയോസിനോട് പറയുകയാണ്, ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്, എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. പൗലോസ്ലീഹ തിമോത്തിയോസിനെ വിളിച്ച് പറയുകയാണ്, തിമോത്തിയോസെ, ശാരീരികമായ പരിശീലനം കുറച്ചൊക്കെ നല്ലതാണ്, ശാരീരികമായ പരിശീലനം ആവശ്യമാണ്, എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും പ്രധാനപ്പെട്ടതാണ്. ശാരീരികമായ പരിശീലനം കുറച്ചൊക്കെ പ്രയോജനകരമാണ്, എന്നാൽ ആത്മീയ വ്യായാമം അല്ലെങ്കിൽ ആത്മീയത എല്ലാ തരത്തിലും പ്രയോജനപ്പെട്ടതാണ്. കാരണം എന്താണ്? ശാരീരികമായ വ്യായാമം ഇഹലോക ജീവിതത്തിന് മാത്രമേ ഉപകരിക്കൂ. ഇഹലോക ജീവിതത്തിന് മാത്രമേ ഉപകരിക്കൂ.
എന്നാൽ ആധ്യാത്മികമായ വ്യായാമമോ, ആധ്യാത്മികമായ വ്യായാമം, ആത്മീയത ഇഹലോക ജീവിതത്തിനും വരാനിരിക്കുന്ന ജീവിതത്തിനും ഉപകരിക്കും. എന്ന് പറഞ്ഞാൽ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ശാരീരികമായ വ്യായാമം കൊണ്ട് നമ്മുടെ ശരീരത്തെ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. നിങ്ങളെ കണ്ടിട്ട് നല്ല ആരോഗ്യമുള്ളവരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെല്ലാവരും കുറച്ചൊക്കെ ശാരീരിക വ്യായാമം ചെയ്യുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നു. രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണക്രമങ്ങൾ പാലിക്കുന്നവരുണ്ടാകാം. അങ്ങനെയുള്ളവരാണെന്ന് തോന്നുന്നു നിങ്ങളെ കണ്ടിട്ട്. ഈ ശാരീരികമായ വ്യായാമം കൊണ്ട് എന്താണ് മെച്ചമുള്ളത്? എന്താണ് മെച്ചമുള്ളത്? മരിക്കുന്നത് വരെ ആരോഗ്യത്തോടെ ജീവിക്കാം. മരിക്കുന്നത് വരെ മസിലുകളൊക്കെ ശക്തിപ്പെടുത്തി, BP ഒക്കെ നോർമലാക്കി, ഷുഗറൊക്കെ നോർമലാക്കി, കൊളസ്ട്രോളൊക്കെ കുറച്ച്, വയറൊക്കെ കുറച്ച് നന്നായി ജീവിക്കാൻ സാധിക്കും. മരിക്കുന്നത് വരെ, കല്ലറ വരെ. അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിന് ഈ ശാരീരികമായ വ്യായാമം ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുമോ? നമ്മൾ മരിച്ചതിന് ശേഷം നമ്മളെ സ്വർഗത്തിലേക്ക് കയറ്റിവിടുന്നത് നമ്മുടെ ഷുഗറും BP-യും കൊളസ്ട്രോളും ഒക്കെ അളന്നിട്ടാണോ? നമ്മുടെ BP അളന്ന് നോക്കി, നിന്റെ BP ഒക്കെ ശരിയായിട്ടുണ്ട്, നീ നല്ല രീതിയിൽ വ്യായാമം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോകും. നിന്റെ കൊളസ്ട്രോൾ ഒന്നും ശരിയല്ല, നീ ഭക്ഷണക്രമം ഒട്ടും പാലിച്ചിട്ടില്ല, അതുകൊണ്ട് നീ നരകത്തിലേക്ക് പോകും. ഇങ്ങനെയാണോ തമ്പുരാൻ നമ്മെ വിധിക്കാൻ പോകുന്നത്? അല്ല. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, ശാരീരികമായ വ്യായാമം കൊണ്ട് കുറച്ച് പ്രയോജനമേ ഉള്ളൂ. അതായത് ജീവിച്ചിരിക്കുന്ന കാലത്തോളമേ പ്രയോജനമുള്ളൂ. എന്നാൽ ആധ്യാത്മികമായ വ്യായാമമോ, അത് എല്ലാ രീതിയിലും പ്രയോജനകരമാണ്. കാരണം ഇഹലോക ജീവിതത്തിനും വരാനിരിക്കുന്ന ലോകത്തിലെ ജീവിതത്തിനും അത് ഉപകരിക്കുന്നു. അപ്പോൾ ഏത് വ്യായാമമാണ് പ്രധാനപ്പെട്ടത്? ആധ്യാത്മികമായ വ്യായാമം. ഇവിടെ മലയാളത്തില് ആത്മീയത എന്നാണ് എഴുതിയിരിക്കുന്നത്. ശാരീരികമായ പരിശീലനമെന്നും ആത്മീയത എന്നും. ഇംഗ്ലീഷ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുക ഫിസിക്കൽ ട്രെയിനിങ് എന്നും ഗോഡ്ലിനെസ് എന്നുമാണ്. എന്നാൽ വാസ്തവത്തിൽ പൗലോസ് ശ്ലീഹ ഉദ്ദേശിച്ചിരിക്കുന്നത് ശാരീരികമായ വ്യായാമമെന്നും ആധ്യാത്മികമായ വ്യായാമമെന്നുമാണ്. അതാണ് താരതമ്യത്തിന്റെ രണ്ട് ഘടകങ്ങൾ. ഒരു വശത്ത് ശാരീരികമായ വ്യായാമം, മറുവശത്ത് ആധ്യാത്മികമായ വ്യായാമം. ഇതിനു മുമ്പ് റംബാനച്ചൻ പറഞ്ഞു, ഞാൻ വരുന്നത് തെലങ്കാനയിൽ നിന്നാണ്. തെലുഗു ഭാഷയിൽ ഇത് വളരെ മനോഹരമായിട്ടാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് അവർ ഈ താരതമ്യം ഇവിടെ കാണിച്ചിരിക്കുന്നത്. ശാരീരികമായ വ്യായാമം കുറച്ച് കാര്യങ്ങൾക്ക് മാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ, എന്നാൽ ആധ്യാത്മികമായ വ്യായാമം എല്ലാ തരത്തിലും പ്രയോജനകരമാണ് എന്നാണ് അവർ തർജ്ജമ ചെയ്തിരിക്കുന്നത്. അതാണ് വാസ്തവത്തിൽ പൗലോസ് ശ്ലീഹായുടെ മനസ്സും. അപ്പോൾ നമ്മൾ ഏത് വ്യായാമമാണ് ചെയ്യേണ്ടത്? ശാരീരികമായ വ്യായാമം. അതാണ് പ്രക്രിയയിൽ നിലനിൽക്കാൻ നമ്മെ സഹായിക്കുന്നത്. ഒരുപക്ഷേ ഈ തിമോത്തിയോസിനെ വിളിച്ച് പൗലോസ് ഇങ്ങനെ ഉപദേശിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നിയേക്കാം തിമോത്തിയോസ് ഒരു ഉഴപ്പനായിരുന്നിട്ടുണ്ടാകും, തിമോത്തിയോസ് ഈ കാര്യങ്ങളിലൊന്നും വലിയ ശ്രദ്ധയില്ലാത്ത മനുഷ്യനായിരുന്നിട്ടുണ്ടാകും എന്ന് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ വാസ്തവത്തിൽ ആരായിരുന്നു തിമോത്തിയോസ്? പൗലോസിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ, തീഷ്ണതയിൽ കത്തിജ്വലിച്ചിരുന്നൊരു മനുഷ്യൻ. ആ മനുഷ്യനോടാണ് പൗലോസ് ശ്ലീഹ ഇങ്ങനെ പറയുന്നത്. നീ ശാരീരികമായ വ്യായാമം മാത്രം ചെയ്താൽ പോരാ, ആധ്യാത്മികമായ വ്യായാമവും ചെയ്യണമെന്ന്. തിമോത്തിയോസിനെ കുറിച്ചുള്ള പൗലോസിന്റെ അഭിപ്രായം എന്തായിരുന്നുവെന്ന് പൗലോസിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള വചനങ്ങൾ. പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള വചനങ്ങൾ. ആ ഖണ്ഡികയ്ക്ക് ഒരു തലക്കെട്ടുണ്ട്, ഒരു ഹെഡിങ്. അതെന്താണ്? തിമോത്തിയോസ്. തിമോത്തിയോസിനെ കുറിച്ചാണ് ആ ഖണ്ഡിക മുഴുവൻ സംസാരിക്കുന്നത്. ഇനി നമുക്ക് വായിക്കാം. നിങ്ങളുടെ വിവരങ്ങൾ അറിഞ്ഞ് എനിക്ക് സന്തോഷിക്കാൻ വേണ്ടി തിമോത്തിയോസിനെ ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കാമെന്ന് കർത്താവായ യേശുവിൽ ഞാൻ പ്രത്യാശിക്കുന്നു. അവനെ പോലെ നിങ്ങളുടെ കാര്യത്തിൽ ആത്മാർത്ഥമായ താല്പര്യമുള്ള വേറൊരാൾ എനിക്കില്ല. എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്, യേശുക്രിസ്തുവിന്റെ കാര്യമല്ല. എന്നാൽ തിമോത്തിയോസിന്റെ സ്വഭാവഗുണം നിങ്ങൾക്കറിയാമല്ലോ. പുത്രൻ പിതാവിനോടൊത്ത് എന്നതുപോലെ അവൻ എന്നോടൊത്ത് സുവിശേഷത്തിന് ശുശ്രൂഷ ചെയ്തു. എന്റെ കാര്യം എങ്ങനെയാകുമെന്ന് അറിഞ്ഞാൽ ഉടനെ
അവനെ അയക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് വേഗം വരാൻ സാധിക്കുമെന്ന് കർത്താവിൽ ഞാൻ പ്രത്യാശിക്കുന്നു. ഇതാണ് പൗലോസിന് തിമോത്തിയോസിനെ കുറിച്ചുള്ള അഭിപ്രായം. എന്താണ് പൗലോസ് പറയുന്നത്? നിങ്ങളുടെ അടുത്തേക്ക് അയക്കാൻ തിമോത്തിയോസിനെ പോലെ വേറൊരാൾ എനിക്കില്ല. എല്ലാവരും സ്വന്തം കാര്യമാണ് അന്വേഷിക്കുന്നത്. എന്നാൽ തിമോത്തിയോസിന്റെ സ്വഭാവ ഗുണം നിങ്ങൾക്കറിയാമല്ലോ. അവൻ ഒരു പിതാവിനോട് ചേർന്ന് മകൻ പ്രവർത്തിക്കുന്നത് പോലെ എന്നോട് ചേർന്ന് സുവിശേഷത്തിന് വേണ്ടി വേല ചെയ്തു. അവനെ ഞാൻ നിങ്ങളുടെ പക്കലേക്ക് അയക്കാം. ഈ തിമോത്തിയോസിനോടാണ് പറയുന്നത്, തിമോത്തിയോസെ, ശാരീരികമായ വ്യായാമം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ടെങ്കിലും ആധ്യാത്മികമായ വ്യായാമമാണ് എല്ലാ രീതിയിലും പ്രധാനപ്പെട്ടത്. ആരോടാണ് പറയുന്നത്? തീഷ്ണതയിൽ ജ്വലിച്ചു നിന്നിരുന്നൊരു മനുഷ്യനോട്, ശ്രേഷ്ഠനായൊരു ശിഷ്യനോടാണ് പറയുന്നത്. ഇനിയും വളരാനുണ്ട്, ഇനിയും പ്രക്രിയയിൽ മുന്നോട്ട് പോകാനുണ്ട്, ഇനിയും ആധ്യാത്മിക ശക്തി സംഭരിക്കാനുണ്ട്. അപ്പോൾ ഈ പുതിയ വർഷത്തിന്റെ ആദ്യത്തെ ദിവസത്തിൽ കർത്താവ് നമ്മോട് പറയുന്നു, ഇനിയും നമ്മൾ മുന്നോട്ട് പോകാനുണ്ട്. ഈ പ്രക്രിയയിൽ നമ്മൾ മുന്നേറേണ്ടിയിരിക്കുന്നു. ഈ ആധ്യാത്മിക വ്യായാമം നമ്മൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. ഈ ആധ്യാത്മിക വ്യായാമം വഴിയാണ് നമ്മൾ പ്രക്രിയയിൽ നിലനിൽക്കേണ്ടത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇതുവരെ നാം ചിന്തിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് ഒന്ന് കൊണ്ടുവരാം. ആദ്യം ഞാൻ പറഞ്ഞത്, ആധ്യാത്മിക ജീവിതം ഒരു സംഭവമല്ല, മറിച്ച് ഒരു പ്രക്രിയയാണ്. നിരന്തരം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ. അതിനുശേഷം പത്രോസിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഈ പ്രക്രിയ മനസ്സിലാക്കാൻ നാം പരിശ്രമിച്ചു. പത്രോസ്ലിഹായുടെ ജീവിതത്തിന്റെ ആദ്യവും അവസാനവും നാം കണ്ടു. മത്തായിയുടെ സുവിശേഷം 4-19 വചനത്തിൽ ഈശോ പത്രോസിനോട് പറയുന്നു, നീ എന്നെ അനുഗമിക്കുക. സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പ് വീണ്ടും ഈശോ ഈ പത്രോസിനോട് യോഹന്നാന്റെ സുവിശേഷം 21-19 വചനത്തിൽ പറയുന്നു, നീ എന്നെ അനുഗമിക്കുക. എന്തുകൊണ്ടാണ് ആദ്യം അനുഗമിച്ചത്? പരിപൂർണമായിരുന്നില്ല. ആദ്യത്തെ പിന്തുടരൽ പൂർണ്ണതയിൽ എത്തിയിരുന്നില്ല. അങ്ങനെ പത്രോസ് വീണ്ടും യേശുവിനെ അനുഗമിക്കാൻ പരിശ്രമിച്ചു. അങ്ങനെ കുരിശിൽ തലകീഴായി മരിച്ചുകൊണ്ട് തൻ്റെ ജീവിതം കൊണ്ട് പത്രോസ് യേശുവിൻ്റെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തി. ഈ രണ്ട് സംഭവങ്ങൾക്കിടയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ വചനത്തിൽ ഈശോയോട് പത്രോസ്ലിഹ പറയുന്നു, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ വചനത്തിൽ ഈശോ ശിമയോനോട് പറയുന്നു, നീ ഭാഗ്യവാനാണ്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 16-23 വചനത്തിൽ ഈശോ പത്രോസിനോട് പറയുന്നു, സാത്താനെ, നീ എൻ്റെ പിന്നിലേക്ക് പോവുക, കാരണം നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. മത്തായിയുടെ സുവിശേഷം 17-3-4 വരെയുള്ള വചനങ്ങളിൽ വീണ്ടും നമ്മൾ പത്രോസിനെ കാണുന്നു. യേശുവിനോട് കൂടെ ആയിരിക്കുവാനുള്ള അധമ്യമായ തൻ്റെ ആഗ്രഹം പത്രോസ് പ്രകടിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 19-27 വചനത്തിൽ ഉപേക്ഷിച്ചതിനൊക്കെ കണക്ക് പറയുന്ന പത്രോസിനെ നമ്മൾ വീണ്ടും കാണുന്നു. തനിക്ക് എന്ത് ലഭിക്കും, തനിക്ക് എന്ത് നേട്ടമുണ്ടാകുമെന്ന് പത്രോസ് ചോദിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 26-33 വചനത്തിൽ ആരൊക്കെ ഉപേക്ഷിച്ചാലും നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് പറയുന്നു. ഈശോ പറയുന്നു, നീ എന്നെ തള്ളിപ്പറയും. മത്തായിയുടെ സുവിശേഷം 26-35 വചനത്തിൽ ഈശോ പറയുന്നു, പത്രോസ് പറയുന്നു, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല. മത്തായിയുടെ സുവിശേഷം 26-ാം 70, 72, 74 വചനങ്ങളിൽ 3 പ്രാവശ്യം പത്രോസ് യേശുവിനെ തള്ളി പറയുന്നു. മത്തായിയുടെ സുവിശേഷം 26-75 വചനത്തിൽ യേശു പത്രോസിനെ നോക്കുന്നു, പത്രോസ് മനസ്സ് നൊന്ത് കരയുന്നു. പിന്നെ യോഹന്നാന്റെ സുവിശേഷം 21-15 വരെയുള്ള വചനങ്ങളിൽ വീണ്ടും പത്രോസിനെ നാം കാണുന്നു. യേശു സംസാരിക്കുന്നത് തീക്കനലിന്റെ അടുത്തിരുന്നിട്ടാണ്. കാരണം തീക്കനലിന്റെ അടുത്തിരുന്നാണ് യോഹന്നാന്റെ സുവിശേഷം 18-ാമത്തെ വചനത്തിൽ യേശുവിനെ പത്രോസ് തള്ളിപ്പറഞ്ഞത്. നീ ഇവരെക്കാൾ കൂടുതലായി എന്നെ സ്നേഹിക്കുന്നുവോ എന്നാണ് ചോദിച്ചത്. കാരണം ഇവരൊക്കെ തള്ളിപ്പറഞ്ഞാലും ഞാൻ തള്ളിപ്പറയില്ല എന്നാണ് പത്രോസ് പറഞ്ഞത്. 3 പ്രാവശ്യം പത്രോസ് ചോദിക്കുന്നു. അങ്ങനെ പത്രോസിനെ വീണ്ടും അനുഗമിക്കാൻ വിളിക്കുന്നു. അങ്ങനെ പത്രോസ് വീണ്ടും അനുഗമിക്കുന്നു, ശിഷ്യത്വത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നു. ഈ പ്രക്രിയയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. ഈ പ്രക്രിയയിൽ നിലനിൽക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ആധ്യാത്മികമായ വ്യായാമം ചെയ്യണം. വിശുദ്ധ പൗലോസ്ലിഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വചനം. ആധ്യാത്മികമായ വ്യായാമമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആധ്യാത്മികമായ വ്യായാമം ഉണ്ടെങ്കിലേ ഈ ആധ്യാത്മിക പ്രക്രിയയിൽ നിലനിൽക്കാൻ നമുക്ക് സാധിക്കൂ. ആധ്യാത്മികമായ വ്യായാമം കൊണ്ടേ വളർച്ചയിലേക്ക് നീങ്ങുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. തിമോത്തിയോസ് അപ്പോൾ തന്നെ തീഷ്ണതയുള്ളവനായിരുന്നു, ശ്രേഷ്ഠനായിരുന്നു. എന്നിട്ടും
പൗലോസ്ലേഹ പറഞ്ഞു, നീ ആധ്യാത്മികമായ വ്യായാമത്തിൽ മനസ്സ് വെക്കണമെന്ന്. അങ്ങനെയെങ്കിൽ ബലഹീനരും ഭാവികളുമായ നമ്മൾ ഈ ആധ്യാത്മിക വ്യായാമത്തിന്റെ കാര്യത്തിൽ എത്രയോ ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു.